ഇന്ത്യൻ ക്രിക്കറ്റ് സ്പിൻ ബോളിംഗിന്റെ ഗതി മാറ്റിയ ഇതിഹാസമാണ് രവിചന്ദ്ര അശ്വിൻ. 1986 ഏപ്രിൽ 17 ചെന്നൈയിൽ ജനിച്ച രവിചന്ദ്ര അശ്വിൻ ബാല്യം മുതലേ ക്രിക്കറ്റിന്റെ അതികായകനാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന അശ്വിൻ സ്കൂൾ കാലത്ത് തന്നെ തന്റെ കഴിവുകൾ കാണിച്ചു. ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടായിരുന്നു തുടക്കം. പക്ഷേ തന്റേതായ കരിയർ സൃഷ്ടിക്കാൻ അദ്ദേഹം ബോളിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തമിഴ്നാട് ടീമിനായി കളിച്ചുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ച അശ്വിൻ പിന്നീട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാവുകയും വിജയകരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. ധോണിയുടെ നേതൃത്വത്തിൽ അശ്വിൻ തന്റെ സ്പിൻ മാജിക്കിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. 2010 ജൂണിലാണ് അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. 2011 ഏകദിന ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ താരമാണ് അശ്വിൻ. 11 തവണയാണ് അദ്ദേഹം മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയത്. സ്പിൻ ബോളിംഗിൽ മികവ് തെളിയിച്ച് വെല്ലുവിളികളെ മറികടക്കുക മാത്രമല്ല, ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാറ്റിംഗിലും മികവ് തെളിയിച്ചിരുന്നു. 106 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 537 വിക്കറ്റുകൾ വീഴ്ത്തിയ താരമാണ് അശ്വിൻ. 116 ഏകദിനങ്ങളിൽ നിന്നും 156 വിക്കറ്റും 65 T20കളിൽ നിന്ന് 72 വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കി. ടെസ്റ്റിൽ 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും സഹിതം 3503 റൺസാണ് അശ്വിന്റെ പേരിലുള്ളത്. അനിൽ കുംബ്ലെക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബോളറാണ് അശ്വിൻ. ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ബോളർമാരിൽ 7ാം സ്ഥാനത്താണ് താരം. അയർലാൻഡിൽ നടന്ന ടെസ്റ്റിലാണ് അവസാനമായി അശ്വിൻ കളിച്ചത്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. കായിക ജീവിതത്തിനു പുറമെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അശ്വിൻ. സൂക്ഷ്മതയുള്ളതും വിനീതവുമായ വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. താരമാകുന്നതിന് പുറമെ യുവത്വത്തിന് ഒരു പ്രചോദനമാണ് അദ്ദേഹം. What a delivery that! So the second wicket has fallen here, and Ashwin will remember this one for a long time. വിനയവും ആത്മവിശ്വാസവും കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ കീഴടക്കിയ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസത്തിന് മുന്നോട്ട് പോകാൻ ഇനിയും നിരവധി ദൂരം ബാക്കി നിൽക്കെയാണ് അദ്ദേഹം വിരമിക്കുന്നത്.